എല്ലാവർക്കും AS കൺസെപ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത PSC ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗം പാർട്ട് 2. 24-ാം ചോദ്യം. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരിയുടേത്? ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കാരം നടപ്പിലാക്കിയത് ഭരണാധികാരി ഏത്? ഓപ്ഷൻ എ ജലാലുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ സി ബാൽബൺ, ഓപ്ഷൻ സി മുഹമ്മദ് ബിൻ തുഗ്ലക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അലാവുദ്ദീൻ ഖിൽജി. 25-ാം ചോദ്യം. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരൻ ഏത്? ഓപ്ഷൻ എ ബിഷൻ ദാസ്, ഓപ്ഷൻ ബി അബ്ദുൽ ഹസൻ, ഓപ്ഷൻ സി ദസ്വന്ത്, ഓപ്ഷൻ ഡി കല്യാൺ ദാസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദസ്വന്ത്. 26-ാം ചോദ്യം. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചതാര്? സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത്? ഓപ്ഷൻ എ ഷാർഗങ് ദേവൻ, ഓപ്ഷൻ ബി ധ്യാൻസൻ, ഓപ്ഷൻ സി അമീർ ഖുസ്രു, ഓപ്ഷൻ ഡി രാജ മാൻസിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഷാർഗങ് ദേവൻ. 27-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ചൈന. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീലങ്ക. 28. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? 99-ലെ വെള്ളപ്പൊക്കം. ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1999, ഓപ്ഷൻ സി 1924, ഓപ്ഷൻ ഡി 1975. ശരിയായ ഉത്തരം 1924. 29-ാം ചോദ്യം. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ട താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ തുറസായ പ്രദേശങ്ങളിലേക്ക് മാറുക, ഓപ്ഷൻ ബി കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കുക, ഓപ്ഷൻ സി പുഴയോരത്ത് താമസിക്കുന്നവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക, ഓപ്ഷൻ ഡി ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 30-ാം ചോദ്യം. നാഥുലാം ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? നാഥുലാം ചുരം. ഓപ്ഷൻ എ സിക്കിം ടിബറ്റ്, ഓപ്ഷൻ ബി ജമ്മു ശ്രീനഗർ, ഓപ്ഷൻ സി ശ്രീനഗർ കാർഗിൽ, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് ടിബറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിക്കിം ടിബറ്റ്. 31. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ കവരത്തി, ഓപ്ഷൻ ബി അഗതി, ഓപ്ഷൻ സി മിനിക്കോയ്, ഓപ്ഷൻ ഡി ആന്ത്രോത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കവരത്തി. 32-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ പരമ്പരാഗതമായ ഊർജ സ്രോതസ്സുകളല്ലാത്തവ ഏത്? ഓപ്ഷൻ എ വേലിയോർജം, ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജം, ഓപ്ഷൻ സി സൗരോർജം, ഓപ്ഷൻ ഡി കൽക്കരി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൽക്കരി. 33-ാം ചോദ്യം. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി താപതി നദി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗംഗ. 34-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം? ഓപ്ഷൻ എ മംഗലാപുരം, ഓപ്ഷൻ ബി വിശാഖപട്ടണം, ഓപ്ഷൻ സി കണ്ട്ല, ഓപ്ഷൻ ഡി മുംബൈ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശാഖപട്ടണം. 35-ാം ചോദ്യം. അലോഹ ധാതുവിന് ഉദാഹരണം ഏത്? അലോഹ ധാതുവിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി സ്വർണം, ഓപ്ഷൻ സി പെട്രോളിയം, ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെട്രോളിയം. 36-ാം ചോദ്യം. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ഓപ്ഷൻ എ വില്യം ബെന്റിക്, ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു, ഓപ്ഷൻ സി ലിബർട്ടൺ പ്രഭു, ഓപ്ഷൻ ഡി ഡൽഹി ഹൗസ് പ്രഭു.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിബർട്ടൺ പ്രഭു. 37-ാം ചോദ്യം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് സ്വദേശിയുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി വി.ഒ. ചിദംബരം പിള്ളൈ, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാലഗംഗാധര തിലക്. 38. 1857-ലെ കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ എ ബഹദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ ബി റാണി ലക്ഷ്മിബായ്, ഓപ്ഷൻ സി നാനാ സാഹിബ്, ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹൽ. 39. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു, ഓപ്ഷൻ ബി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഓപ്ഷൻ സി ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു, ഓപ്ഷൻ ഡി ത്വലം ഒരു പോഷക നദിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. 40-ാം ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതേത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ എ തോട്ടവിള, ഓപ്ഷൻ ബി നാണ്യവിള, ഓപ്ഷൻ സി സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓപ്ഷൻ ഡി ഭക്ഷ്യവിള. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭക്ഷ്യവിള. 41-ാം ചോദ്യം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി മംഗലാപുരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെന്നൈ. 42-ാം ചോദ്യം. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ സി ടാനിക് ആസിഡ്, ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സിട്രിക് ആസിഡ്. 43-ാം ചോദ്യം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി ബാക്ടീരിയ, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാക്ടീരിയ. 44-ാം ചോദ്യം. കീഴയൂരിൽ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴയൂരിലെ ബോംബ് കേസ്. ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി കുറിച്യ കലാപം, ഓപ്ഷൻ സി മലബാർ കലാപം, ഓപ്ഷൻ ഡി പുന്നപ്പറ വയലാർ സമരം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. 45-ാം ചോദ്യം. അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. 46-ാം ചോദ്യം. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിജിയെയും അരാജകത്വവും എന്ന പ്രസ്ഥാനം രചിച്ച മലയാളി ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ഓപ്ഷൻ എ കെ പി കേശവ മേനോൻ, ഓപ്ഷൻ ബി ഇ മൊയ്തു മൗലവി, ഓപ്ഷൻ സി കെ മാധവൻ നായർ, ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. 47-ാം ചോദ്യം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDPയുടെ ആദ്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി തൈക്കാട്ട് അയ്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കുമാരനാശാനാണ് SNDPയുടെ അഥവാ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി. 48-ാം ചോദ്യം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത്. ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സഹോദരൻ അയ്യപ്പൻ. 49-ാം ചോദ്യം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്?
കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കണ്ണൂർ. 50-ാം ചോദ്യം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1938, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1937, ഓപ്ഷൻ ഡി 1942. ശരിയായ ഉത്തരം 1936-ലാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. 51-ാം ചോദ്യം. ഇതിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ചോദ്യം. 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി KJ യേശുദാസ്, ഓപ്ഷൻ സി ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ശരിയായ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.